ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയെ വിളിച്ചതേ നമ്മുടെ വേദ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ചമ്മയ്ക്ക് എന്തോ മനസ്സിലായി, വേദയ്ക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത്. എന്നിട്ട് പിന്നെ വേദ അച്ചമ്മയുടെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അച്ചമ്മ ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കാം. എന്താ മോളെ തുറന്നു പറയാനുള്ള കാര്യം എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ ചുമ്മാ ഞാൻ വരട്ടിയത് അച്ചമ്മയെന്ന് പറഞ്ഞു. അച്ചമ്മയ്ക്ക് മനസ്സിലായ കേട്ടോ എന്നും പറഞ്ഞ് അച്ചമ്മ അങ്ങനെ ഇരിക്കുക. അങ്ങനെ അച്ചമ്മയും കൊച്ചുമോളും കൂടെ അവിടെ ഇരിക്കുന്നു. പിന്നെ ശ്രീജയും വിശ്വനും കൂടെ കടകളിൽ കൂടെ ഒക്കെ കയറി ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ കടകളിൽ കൂടെ കയറി ഓരോന്നൊക്കെ ചോദിച്ച് എല്ലാം ഓർഡറുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രീജ ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ഒരു ബൈക്കിലൊരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും കൂടെ വരുന്നു. നോക്കുമ്പോൾ അത് വേദയുടെ അനിയത്തി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരു കടയിലേക്ക് ചെന്ന് കയറുക. അന്നേരത്തേക്കും നമ്മുടെ വിശ്വനാണെങ്കിൽ അകത്തെ കടക്കാരൻ ചേട്ടനോട് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞല്ല ഓർഡറും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോന്നു. അപ്പോൾ വിശ്വൻ ഇറങ്ങി വന്നിട്ട് നമുക്ക് പോകാം ശ്രീജ എന്ന് പറഞ്ഞു. അതെ വിശ്വട്ടാ പോകുന്നത് വേദയുടെ അനിയത്തി അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള ചെറുക്കനാരാ എന്ന് ചോദിച്ചു. അപ്പോൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരാരെങ്കിലും ആയിരിക്കും, നീ വന്നേന്ന് പറഞ്ഞു വിശ്വൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ വിശ്വട്ടാ തോന്നിയെന്ന് പറഞ്ഞു ശ്രീജ. അപ്പോൾ നീ വന്നേ ശ്രീജ, അപ്പോൾ ചേട്ടാ ഞങ്ങളുടെ ഓട്ടോയുടെ പിന്നാലെ വന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ചേട്ടനെയും കൂട്ടിക്കൊണ്ട് പോവുക. അതായത് ഓട്ടോക്കാരൻ ചേട്ടനെയും കൂട്ടിക്കൊണ്ട് പോവുക വിശ്വനും ശ്രീജി. എന്നിട്ട് ഇവർ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഈ നന്ദിനിയും അതുപോലെ വിനായകനും കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളും കൊണ്ട് ശ്രീജയും വിശ്വനും കൂടെ ചെല്ലുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിനി ഓടി ഇറങ്ങി വന്നു. ഇത് എന്നതാ സംഭവം, ഇത് എന്നതാ ശ്രീജേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമോ വിനായകൻ. അപ്പം നാളെ മുതൽ ശ്രീജയുടെ പുതിയ സംരംഭത്തിൻ്റെ പണി തുടങ്ങുമല്ലേ എന്ന് വിശ്വൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി ഇറങ്ങി വന്നു. വിക്രം അവിടെ ഇരുന്നതൊക്കെ കണ്ട് സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മുത്തശ്ശി ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ നാളെ മുതലൊക്കെ ഇടിച്ചും ചതച്ചും അതുപോലെ പല പല പാക്കറ്റുകളിലാക്കി പുറത്തേക്ക് പോകുമെന്നൊക്കെ വിശ്വം പറഞ്ഞു. അപ്പോൾ അത് നാട്ടിലെ കടകളിലും വീടുകളിലും ഒക്കെ എത്തും. അങ്ങനെ ശ്രീജയുടെ അരിപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ ഇഷ്ട ബ്രാൻഡായി മാറും. അല്ല മോളെ എന്ന് അച്ചമ്മ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കാൻ നന്ദിനി. ഇത് കേട്ടപ്പോൾ ശ്രീജയ്ക്ക് സന്തോഷമായി. ശ്രീജ ചിരിക്കുന്നത് കണ്ടപ്പോൾ എന്ന് പറഞ്ഞൊരു ചിരി നമ്മുടെ നന്ദിനിയെ. അപ്പോഴത്തേക്കും ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഇതൊന്ന് ഇറക്കിയായിരുന്നു എനിക്ക് പോകാമായിരുന്നു കേട്ടോ എന്ന്. ഇറക്കാടാന്ന് പറഞ്ഞു. അങ്ങനത്തെ നമ്മുടെ വിശ്വൻ ഇങ്ങനെ ആ ഓട്ടോക്കാരൻ്റെ കൂടെ നിന്ന് ഇത് ഇറക്കി സൈഡിലേക്ക് ഒതുക്കി വെക്കുമ്പോഴത്തേക്ക് വിനായകൻ ഇത് നോക്കി ചുമ്മാ ഇരിക്കുക. അപ്പോൾ ഇവനെ ഒന്ന് സഹായിക്കണമെന്ന് അച്ചമ്മ പറഞ്ഞു. ചുമ്മാ ഇരിക്കാനും സമ്മതിക്കേല എന്നും പറഞ്ഞതേ ചെല്ലു. അപ്പോൾ ഈ വിനായകൻ അപ്പോഴത്തേക്കും വിക്രവും കൂടി കിട്ടോ. അവരെല്ലാവരും കൂടെ ഇങ്ങനെ ഇതിറക്കി ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ശ്രീജ അതിനകത്ത് സഹായിക്കാൻ വന്നു. അപ്പോൾ മോളങ്ങ് മാറി നിൽക്കും. ഇവളിവിടെ ചുമ്മാ നിൽക്കുക അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾ അങ്ങനെ ചുമ്മാ ഗ്യാലറി കയറി ഇരിക്കണ്ടെന്ന് അച്ചമ്മ പറയാം. ചെല്ലടി ചെന്ന് പിടിക്കാൻ കൂടാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദിനിയെ കൊണ്ടും പിടിപ്പിക്കുക. ഞാൻ പിടിക്കാം അച്ചമ്മ എന്ന് പറഞ്ഞ് നന്ദിനി എന്ന് പിടിച്ചപ്പോഴത്തേക്ക് നന്ദിനി പറഞ്ഞു എന്തോ ഒരു വെയിറ്റ് ചെയ്തതെന്ന്. ഇങ്ങനെ ഓരോരുത്തർ ഓരോ സാധനങ്ങളെടുത്ത് ഓരോരോ മൂലകളിലേക്ക് ഇങ്ങനെ വെക്കും. അപ്പോഴത്തേക്കും വേദ ഓഫീസിൽ പോയിട്ട് വന്നു. അപ്പോൾ വേദ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവരെല്ലാവരും ഇത് എടുത്തുകൊണ്ട് റൂമുകളിൽ ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് കാണുക കേട്ടോ. വിനായകൻ അന്നേരം ഇതൊക്കെ ഒന്ന് ഇറക്കിക്കൊണ്ട് പോവുക. ഇങ്ങനെ നിരക്കിയാൽ അത് പോകുകടാ എന്ന് അച്ചമ്മ വിനായകനോട് പറയും. അത് പണിയെടുത്ത് ശീലമില്ലാത്തതിൻ്റെ അച്ചമ്മയെന്ന് വിശ്വനും അന്നേരം പറഞ്ഞു. പറയുന്ന ആള് പിന്നെ ഭയങ്കര പണിയായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വനെ വിനായകൻ കളിയാക്കുക. അങ്ങനെ ഇവർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുന്നു. അപ്പോഴത്തേക്കും വേദ അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ പണികളൊക്കെ തുടങ്ങിയോ എന്നും ചോദിച്ചു. അപ്പോൾ ഇനി ഗ്രൈൻഡറും പൊടിക്കാനുള്ള മെഷീനും വാങ്ങിക്കണമെന്ന് പറയുമ്പം അതൊക്കെ പതുക്കെ മതിയെന്നും ആദ്യം കുറച്ച് പലഹാരങ്ങൾ മാത്രം അങ്ങ് മാർക്കറ്റ് ചെയ്യാം. ഉണ്ണിയപ്പം, അച്ചപ്പം, കുഴലപ്പം, മുറുക്ക്, അങ്ങനെ കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞ് അച്ചമ്മ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റിൽ അതൊക്കെ ഉണ്ടാക്കാനൊരു റെസിപ്പി അച്ചമ്മ പറഞ്ഞു തരാമെന്നും അച്ചമ്മ പറയാം. അപ്പോൾ അത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ അച്ചമ്മയുടെ കൈപ്പുണ്യം കൂടി ആകുമ്പോഴേ അതൊന്ന് കലക്കുമെന്ന് നമ്മുടെ വേദ പറയൂ കേട്ടോ. അപ്പോൾ പാക്കറ്റിൽ അച്ചമ്മ ഈ കമ്പനിയുടെ ഐശ്വര്യം എന്നുകൂടി എഴുതിയാലോ, ഒരു ഫോട്ടോയും കൂടി വെക്കാം എന്താ എന്ന് നന്ദിനി. അപ്പം ഫോട്ടോ വെക്കുന്നുണ്ട്, എൻ്റെ അല്ല നിൻ്റെയാണെന്ന് അച്ചമ്മ അന്നേരം പറഞ്ഞു. വൈക്കോല് കൊണ്ടൊരു കോലം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തലയുടെ സ്ഥാനത്ത് നിൻ്റെ ഫോട്ടോ അങ്ങ് ഒട്ടിച്ചു വെക്കും. അതല്ലേ നല്ലത്, കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് പോരെയെന്ന് അച്ചമ്മ ചോദിച്ചു. അങ്ങനെ നന്ദിനിക്കിട്ട് പാരയോ വീട്ടിൽ മൊത്തം എല്ലാവരുടെയും കൂടെ നിന്ന് വിനായകൻ ചിരിച്ചപ്പോൾ വിനായകൻ അങ്ങനെ തൂർച്ച് നോക്കുമോ നന്ദിനി. പലഹാരങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും മരിക്കാൻ പൊടിക്കൊക്കെ വേണ്ടേ അച്ചമ്മയെന്ന് ചോദിച്ചു. മെഷീനുകൾ ഉണ്ടാകുന്നത് നല്ലതല്ലേന്ന് വിക്രം ചോദിച്ചു. അപ്പോൾ അമ്മിയിൽ അരച്ചാൽ മിക്സിയിൽ അരച്ചതിനേക്കാളും സ്വാദം ഉണ്ടാകുമെന്ന് പറയാറില്ലേന്ന് ചോദിച്ചു അച്ചമ്മ അന്നേരം. ഇവിടുന്ന് വിൽപ്പനയ്ക്ക് പോകുന്ന പലഹാരങ്ങൾ കൈകൊണ്ട് അരച്ചുണ്ടാക്കുന്നതാണെന്ന് നമ്മൾ പാക്കറ്റിൽ പരസ്യം ചെയ്യണമെന്ന് അച്ചമ്മ പറഞ്ഞു കൊടുത്തു. അന്നേരം ഓർഗാനിക് അച്ചപ്പം അല്ലേ, പക്ഷേ ആര് ഇടിക്കുകയും പൊടിക്കുകയും അരിക്കുകയൊക്കെ ചെയ്യും എന്ന് നന്ദിനി ചോദിച്ചു. അന്നേരം അത് കേട്ടപ്പോൾ അച്ചമ്മ ചിരിച്ചു. അതിനൊക്കെ ആളെ വെക്കാനുള്ള വകയൊക്കെ ആയിട്ടുണ്ടോ വിശ്വേട്ടാ ശ്രീചേട്ടത്തിക്ക് എന്ന് നന്ദിനി ചോദിക്കുമ്പം ഇടിക്കാനാണ് ആളില്ലാത്തത്, നിങ്ങൾ 3 പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരിവിടെ ഇല്ലേന്ന് ചോദിച്ചു. അന്നേരം എന്നും പറഞ്ഞു വിനായകൻ ഇങ്ങനെ നിൽക്കും. എൻ്റെ സുധാകരൻ്റെ 3 ആൺമക്കളുണ്ട്,
3 നേരത്തിയിട്ട് അവരിൽ അങ്ങ് ഇടിക്കും എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൺമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. 3 ആൺമക്കൾ ഉരലിലിടിക്കുന്ന പഴമെടുത്ത് ആ കവറിൽ നീ ഒട്ടിച്ചോ ശ്രീജയ, അതൊരു 1-ാം തരം പരസ്യമായിരിക്കും. അപ്പം അച്ഛൻ കാര്യമായിട്ടാണെന്ന് വിനായകൻ ചോദിച്ചു. നിനക്കെന്താ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നത്തേക്കും വിക്രവും വിഷ്ണുവും കൂടെ അങ്ങ് പോയി. വിനായക, നിങ്ങൾ ഇടിക്കുമ്പോൾ ഇവൾ അരയ്ക്കുമെന്ന് പറഞ്ഞു. ഞാനും ഒന്ന് നന്ദിനി ചോദിച്ചു. അത് നീ തന്നെ സഹായത്തിന് ആദ്യത്തെ 1-2 ദിവസത്തേക്ക് ഞാനും ഉണ്ടാകും, പിന്നെ കമലയും ഉണ്ടാകും. അപ്പം ഇവർ രണ്ടുപേരുമോ? ഏതൊക്കെ ഓഫീസിൽ പോകണം, ഈ പണി ചെയ്തുകൊണ്ട് ഇവിടെ നിന്നാൽ പോരാ. നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ നേരത്ത് ഭക്ഷണം തരണമെങ്കിലേ ശ്രീജ അടുക്കളയിൽ കയറണം. അതുകൊണ്ട് ഈ വക പണികൾക്കൊന്നും ശ്രീജ ഒപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞു അച്ചമ്മ. പാക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചങ്ങോ കൂടാം, നന്ദിനിക്ക് അതിന് കൂലിയും കൊടുക്കാവെന്ന് പറഞ്ഞു. അന്നേരം എന്ന് പറഞ്ഞിരിക്കുക നന്ദിനി, പായ്ക്കറ്റ് 1-ന് 25 പൈസ. ഓയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ 100 പാക്കറ്റ് പാക്ക് ചെയ്ത് 25 രൂപ, എന്താ അത് പോരേന്ന് ചോദിച്ചു. അന്നേരം അതങ്ങ് പള്ളിപ്പോയി പറഞ്ഞാൽ മതി എന്ന് നന്ദിനി പറയുവാണ്. ശ്രീചേച്ചിയുടെ കമ്പനി, ശ്രീചേച്ചിയുടെ ലോൺ, അവർ കച്ചവടം ചെയ്യുന്നു, അവർ ലാഭം ഉണ്ടാകുന്നു, അതിനെന്തിന് ഞാനെന്തിനാ കഷ്ടപ്പെടുന്നതെന്ന് നന്ദിനി ചോദിക്കുമ്പം, നീ മാത്രമല്ലല്ലോ കഷ്ടപ്പെടുന്നേ, ഒരു സംരംഭം വിജയിപ്പിക്കാൻ കുടുംബം മുഴുവനും ഒപ്പം അവളുടെ കൂടെ നിൽക്കാം, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അന്നേരം ആയിക്കോട്ടെ, എന്നെ കൊണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ എന്ന് നന്ദിനി പറയുമ്പോൾ, നീ ഒന്നും ചെയ്യേണ്ട നന്ദിനി, അച്ചമ്മ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു ശ്രീജ. അച്ചമ്മ വെറുതെ പറഞ്ഞതൊന്നും അല്ല എന്ന് വേദ അന്നേരം പറഞ്ഞു. നാളെ നന്ദിനിയടുത്തേക്ക് ഒരു ആവശ്യം വന്നാലും ഈ കുടുംബം അതുപോലെ തന്നെ ഒപ്പം നിൽക്കുമെന്ന് വേദ പറയുക. അത് കേട്ടപ്പം എനിക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഒരാവശ്യവും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവർക്കൊന്നും ഒപ്പം നിൽക്കാനും പോകുന്നില്ല എന്ന് നന്ദിനി പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നന്ദിനിയടുത്തി? അച്ചമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് അതനുസരിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വേദ അന്നേരം ചോദിച്ചു. ഞാൻ പറയുമ്പോഴല്ലേ നന്ദിനി അടുത്തേക്ക് പ്രശ്നമുള്ളൂ, വിനായകൻ ചേട്ടൻ പറഞ്ഞാൽ പിന്നെ അനുസരിക്കില്ലേ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ വിനായകൻ്റെ നേരെ നോക്കുമോ നന്ദിനിയെ. വിനായകൻ ജഗത്താനും കടലിന് നടുവിൽ നിൽക്കാം. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, ഒരു വിനായകൻ ചേട്ടനും ഇതിൽ ഇടപെടണ്ട എന്ന് നന്ദിനി അങ്ങ് പറഞ്ഞു. അന്നേരം ആണോ, അങ്ങനെയാണോ വിനായകൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദയുടെ മുന്നിൽ നിന്ന് വിനായകൻ കാണിക്കും കേട്ടോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ വിനായകനെ തന്നെ നോക്കുന്നു, വേദയെയും നോക്കുന്നു. അപ്പോൾ വിനായകൻ ഇങ്ങനെ ദയനീയമായിട്ട് വേദയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരം നീ എന്തിനാ വിനേട്ടനെ നോക്കി പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല അച്ചമ്മ ആവശ്യപ്പെട്ടൊരു കാര്യം പറ്റില്ല എന്ന് വിനായകൻ ചേട്ടൻ പറയട്ടെ, ഞാനതാ നോക്കിയത്. അന്നേരം നന്ദിനി, തൽക്കാലം നീ അച്ചമ്മ പറഞ്ഞത് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിനായകൻ നന്ദിനിയോട് പറഞ്ഞു. എന്നും പറഞ്ഞ് നന്ദിനി അന്നേരം നിൽക്കുക. അല്ല ഏതായാലും ഈ വീട്ടിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭം അല്ലേ, അച്ചമ്മ പറഞ്ഞതോടെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണടി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇനി അതിനെപ്പറ്റി ആരും നമ്മൾ സംസാരിക്കണ്ടേ, അപ്പോൾ എനിക്ക് ഉരലിടിക്കുകയാണെങ്കിൽ നിനക്ക് അരയ്ക്കുകയും ചെയ്യാം, പറഞ്ഞ് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ നന്ദിനിയെ ആക്കിയിട്ട് വിനായകനാണ് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ നന്ദിനി ഇങ്ങനെ നേരെ അടുപ്പിച്ച് നോക്കിയാൽ അങ്ങ് പോകും. അപ്പോൾ എന്തായത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ അപ്പം നാളെ മുതൽ നമ്മൾ തുടങ്ങല്ലേ ശ്രീ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ അതേ നാളത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യലാണോ എന്ന് വേദ ചോദിക്കുമ്പോൾ സ്പെഷ്യൽ ശ്രീജയുടെ സ്ഥാപനത്തിലൂടെ നമ്മൾ ആദ്യം വിൽക്കാൻ പോകുന്ന പലഹാരം അതാണെന്നും അച്ചമ്മ പറയാം, ഞാൻ എടുത്ത് വെക്കട്ടെ, നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വാ നമുക്കൊരു ടെസ്റ്റ് നടത്തി കളയും, വാ ശ്രീ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വേദ ശ്രീജ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീജ വേദയോട് ദീപ്തിയെ കണ്ട കാര്യം പറഞ്ഞു. കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു എന്ന് പറയുക. പയ്യനോ? അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും, എന്നാലും അത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു പക്ഷേ എന്ന് വിക്രം ചോദിച്ചു കേട്ടോ. അന്നേരം ശ്രീജയുള്ള കാര്യം പറഞ്ഞു. ഒരു ബന്ധം കണ്ടാൽ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഏത് വഴിക്കാണ് പോകുന്നതെന്ന് അറിയാൻ നമുക്ക് സ്ത്രീകൾക്ക് കുറേയൊക്കെ ഒരു കഴിവുണ്ടല്ലോ വേദേ. ആ കണക്കുകൂട്ടലുകൾ തെറ്റാറുമില്ല. വേദയുടെ അനിയത്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ശരി, ഇപ്പോൾ മേലെ ഇട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ശ്രീജ അവിടുന്ന് പോയി. അപ്പോൾ വേദ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. അപ്പോൾ വിക്രം പറഞ്ഞു, കാര്യം ശ്രീജയടുത്തി ഒരു പാവമാണ്, നല്ല സ്വഭാവമൊക്കെയാണ്, പക്ഷേ മനസ്സ് ഇത്തിരി പഴയതായിട്ടോ എന്ന് വിക്രം പറഞ്ഞു. അല്ലെങ്കിൽ വിശ്വനെ പോലെ ഒരാളെ സഹിച്ച് ഇത്രയും കാലം കൂടെ നിൽക്കുമോ എന്ന് വേദയോട് വിക്രം ചോദിച്ചു. താനത് വിട്ടേക്കാനും പറഞ്ഞു വിക്രം അവിടുന്ന്. പക്ഷേ വേദ അത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. വേദ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് നന്ദിനി മുറിയിലിരിക്കും. നീ ഇവിടെ ഇരിക്കണോ എന്ന് ചോദിച്ചു. വിനായകൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പം ഞാൻ പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിന്നെ അച്ചമ്മ വിളിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് നന്ദിനി. എടി അച്ചമ്മ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീചേട്ടത്തിൻ്റെ കമ്പനിയിലൂടെ, അതാണ് അത്ര ആദ്യം കച്ചവടം ചെയ്യാൻ പോകുന്നത്. സാമ്പിള് കഴിച്ച് റിസൾട്ട് പറയാൻ വിളിക്കുന്നതാണെന്ന് പറയുമ്പോൾ ഹൈച്ചേടാ നിങ്ങൾ തന്നെ അങ്ങത്തെ ഇന്ന് വിഴുങ്ങിയേച്ച് പോയി അഭിപ്രായം പറ, എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വാ നിൽക്കട്ടെ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദിനി ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിനായകന് പേടി. എനിക്കിതിൻ്റെ പ്രശ്നം മനസ്സിലായി നന്ദിനി, പക്ഷേ ഒരു വീട് ഒരുമിച്ചൊരു കാര്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മാത്രം മാറി നിന്നാൽ നമ്മളാവില്ല ഇവിടുത്തെ കുറ്റക്കാരെ, അതെന്താ നീ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അയ്യേടാ എപ്പോൾ ഉദിച്ചു നിങ്ങൾക്ക് ഈ ബോധോദയമൊക്കെ
ഇന്നാളൊരു ദിവസം വേദ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ തല്ലി. ഇന്ന് നിങ്ങൾ അവളുടെ ഒറ്റ വാക്ക് കേട്ടപ്പോൾ എനിക്കെതിരെ മറുകണ്ഠവും ചാടി. അതിൻ്റെ അർത്ഥം നിങ്ങൾ അവളെ എന്തിനെയോ പേടിക്കുന്നുണ്ടെന്ന് തന്നെയാണെന്ന് നന്ദിനി വിനായകനോട് പറയുക കേട്ടോ. എന്ത് പറഞ്ഞാ അവൾ നിങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നത്? എനിക്കതറിയണമെന്ന് പറയുമ്പോൾ എടി അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു വിനായകൻ. പച്ച കള്ളം. ഇതുവരെ ഉണ്ടായിരുന്ന വിനയേട്ടനല്ല നിങ്ങളിപ്പോൾ, അതെനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. നിനക്ക് ചുമ്മാ വാട്ട്. ശ്രീജയടുത്ത് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയത് പോലും വേദ ജോലിക്ക് പോയപ്പോൾ അതിനൊക്കെയുള്ള അസൂയ നിനക്ക്. സ്വന്തമായി കുത്തിത്തിരിപ്പ് മാത്രം ഒപ്പിച്ച് വെച്ച് നടന്ന് നിനക്ക് ചൊരുക്ക് തീർത്ത് നിനക്ക് വട്ടായിപ്പോയി. വേണമെങ്കിൽ അച്ഛമ്മോണ്ടൊക്കെ തിന്നു നോക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് കൂത്തിരുന്ന് കൂശുമ്പോൾ കുത്തി നീ ചാവ് എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ തടി തപ്പി രക്ഷപ്പെട്ടു. തലനാരിഴയ്ക്ക് നന്ദിനിയുടെ കയ്യിൽ നിന്ന് ഊരി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് നമ്മുടെ നന്ദിനിയെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദയുടെ അച്ഛനെയാണ്. വേദയുടെ അച്ഛൻ അവിടെ ഫയലുകളും പേപ്പറുകളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പത്മ വന്നു. ശങ്കരേട്ട അമ്മ വിളിച്ചായിരുന്നു, ശങ്കരേട്ടനെ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞു. അതോ അത് ഫോൺ സൈലൻറ്റിലായതുകൊണ്ടാണെന്ന് പറഞ്ഞു. വിക്രമിൻ്റെ അച്ഛമ്മയില്ലേ, അവരമ്മയെ വിളിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേദ അവിടെ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുന്നു പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനിങ്ങനെ നോക്കുക. വിക്രമിൻ്റെ ചേട്ടൻ്റെ ഭാര്യയില്ലേ ശ്രീജ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ശങ്കരേട്ടൻ കണ്ടിട്ടുണ്ടെന്നേ, ഒരു പാവം കുട്ടിയത്. അപ്പം നീ കാര്യം പറ പത്മം, എനിക്ക് പണിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആ കുട്ടിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ലോണൊക്കെ അവൾ ശരിയാക്കി കൊടുത്തെന്ന്. എന്തോ കറി പൗഡറിൻ്റെ ബിസിനസ്സാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം പിന്നെ കോടിക്കണക്കിന് വിറ്റുവരവുള്ള വലിയ ഇൻ്റർനാഷണൽ കമ്പനി അല്ലേ എന്നൊക്കെ കളിയാക്കി ശ്രീകാന്ത് വരും. അപ്പോൾ അത് കുറച്ച് മുളകും മല്ലിയും മുറ്റത്തിട്ട് ഉണക്കി കുത്തിപ്പൊടിച്ച വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഏർപ്പാടാണെന്ന് പറയുമ്പം അതങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് ചോദിച്ചു. ഞാൻ ആ വിനായകനെ കണ്ടായിരുന്നു. എന്തായാലും വേദമുഖേന ആ കുടുംബം പച്ച പിടിക്കുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന കാര്യം പത്മ അവിടെ പറയാം. എനിക്ക് അവളെക്കുറിച്ച് ആലോചിച്ചിട്ടേ സഹതാപമേ ഉള്ളൂ. ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വല്ലവർക്കും വേണ്ടി പൊടിക്കാനും അരയ്ക്കാനും ആണല്ലോ അവളുടെ വിധിയെന്നോർത്ത് കഷ്ടമാണെന്നും പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ അനിയത്തിയെപ്പറ്റി സഹതപിക്കുന്നു അച്ഛൻ്റെ മുന്നിൽ. അതും കഴിഞ്ഞ് പത്മം, എടാ നീ എന്താ വർഷം ഇങ്ങോട്ട് കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചു. കുഞ്ഞിനെ നോക്കാൻ അവിടെ നിൽക്കുന്നത് സൗകര്യം എന്നാണ് അവൾ പറഞ്ഞത്. അവിടെ അവളുടെ അമ്മയുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താടാ സൗകര്യക്കുറവ്? നിങ്ങൾ 2-3 പേരെ ഞാനല്ലേടാ വളർത്തിക്കൊണ്ട് വന്നതെന്ന് പത്മ അന്നേരം ശ്രീകാന്തനോട് ചോദിക്കുക. അല്ലെങ്കിൽ അവൾക്ക് പണ്ടേ ഉള്ളതാ അവളുടെ വീട്ടിൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു മടി എന്ന് പത്മം പറയുകയും ചെയ്തു. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിനക്കും പറ്റുന്നില്ലല്ലോ. അവളുടെ കംഫർട്ട് അതാണെങ്കിൽ ഞാനെന്ത് ചെയ്യാൻ അമ്മയെന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു. അതെ, അതാണ് എല്ലാവരുടെയും കാര്യം. വർഷയ്ക്ക് അതാണ് കംഫർട്ട്, വേദയ്ക്ക് ആ വീട്ടിൽ നിൽക്കുന്നതാണ് കംഫർട്ട്. പിന്നെ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെ ഇനി ഈ വീട്ടിൽ ചർച്ചയും കാര്യങ്ങളും വേണ്ട എന്നും അച്ഛൻ അങ്ങോട്ട് തീരുമാനവും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം നീ മറ്റുള്ളവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോൾ നിൻ്റെ ഭാര്യ മാത്രം ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. 2 കാര്യവും തമ്മിൽ എന്താണ് വ്യത്യാസം ഉള്ളതെന്ന് അമ്മ മോനോട് ചോദിക്കുക. എന്തായാലും ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രീ പ്രൊഡക്ട്സിൽ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം തുടക്കം കുറിച്ചു. രാവിലെ തിരി കൊളുത്തി ഈ കാര്യങ്ങളെല്ലാം നടത്താനായിട്ട് ഇവർ തീരുമാനിക്കുക. ആ സമയത്ത് എല്ലാവരും വിളിച്ചു ആ റൂമിലേക്ക് വന്നു. അങ്ങനെ അച്ഛനോട് തിരി കൊളുത്താൻ പറഞ്ഞു. അച്ഛൻ്റെ കയ്യിൽ ദീപം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്ഥാപനം ഇവിടെ ഇങ്ങനെ ഉണ്ടായത് വേദ കാരണമാണ്, അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങി വയ്ക്കാൻ ഏറ്റവും യോഗ്യയും വേദയാണെന്നും പറഞ്ഞ് അച്ഛൻ വേദയെ കൊണ്ട് ദീപം കൊളുത്തിക്കുക. അങ്ങനെ വേദ ദീപം കൊളുത്തി, അച്ഛൻ ദീപം കൊളുത്തി, അമ്മ ദീപം കൊളുത്തി, അച്ഛമ്മ ദീപം കൊളുത്തി, അങ്ങനെ മക്കൾ ദീപം കൊളുത്തി. എല്ലാവരും ഒറ്റ മനസ്സായിട്ട് ഇങ്ങനെ നിന്ന് ആ സംരംഭം നല്ല സൂപ്പർ ആവണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിങ്ങനെ ഓരോന്ന് ചെയ്യാനായിട്ട് തുടങ്ങും. നന്ദിനി മാത്രം ഇടത്തൂടായിട്ട് മാറി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.